പേര് ഹിത എന്നാണ്. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്, എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ കുറേ നാളായി പുറത്തു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒരു 2021 മുതൽ ഞാൻ പോകാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഉടമ്പടി എടുത്തത് ഈ വർഷം ജൂലൈ 7-ാം തീയതിയാണ്. അതിനു മുമ്പാണ് ഞാൻ പുറത്തു പോകാൻ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്കൊന്നും ശരിയാവുന്നുണ്ടായില്ല. ഞാൻ ആദ്യം നോക്കിയത് പഠിക്കാൻ പോകാനാണ്. ഞാനൊരു അക്കൗണ്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് 40 ലക്ഷം രൂപയൊക്കെ കെട്ടണം എന്ന് അവർ പറയുമ്പോൾ എനിക്ക് അത്ര അഫോർഡ് ചെയ്യാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇത്രയും കടമൊന്നും എടുത്ത് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2022 ഞാൻ IELTS പഠിക്കാൻ പോയി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, നിനക്ക് ഉടമ്പടി എടുക്കാൻ അത്രയും പറ്റുന്നില്ലെങ്കിൽ നീ രാവിലത്തെ ലൈറ്റ്നിങ് പ്രെയർ ചൊല്ലിക്കോ, അതിന് നീ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അത്രയും മനസ്സൊന്നും ഉണ്ടായില്ല. എന്നാലും അവൾ പറഞ്ഞതല്ലേ, ഫ്രണ്ടല്ലേ എന്ന് വിചാരിച്ച് ഞാനത് എടുത്തു. അടുത്തതിൻ്റെ ഫലമായിട്ട് ഞാൻ എല്ലാ ദിവസവും 5:30 ചെല്ലുമായിരുന്നു പ്രാർത്ഥന. എല്ലാ ദിവസവും അവിടെ ദിവ്യബലിക്ക് ഞാൻ പോകുമായിരുന്നു. അത് കഴിഞ്ഞ് എന്നിട്ടും എൻ്റെ ഒന്നും ശരിയായില്ല. IELTS എനിക്ക് അത്രയും സ്കോർ ചെയ്യാനും പറ്റിയില്ല. ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു ഓസ്ട്രേലിയൻ കോഴ്സ് കിട്ടി. 2023 ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു ലെവൽ 3 കോഴ്സാണ്. അപ്പം ഞാനത് ചെയ്തു. ഒരു 1.5 ലക്ഷം രൂപ മുടക്കി. എൻ്റെ രണ്ടാമത്തെ ചേച്ചിയാണ് ആ പേയ്മെൻ്റ് എടുത്തത്. ചേച്ചിക്ക് പഠിച്ചോ, നീ പോയിക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ബേസിൽ ഞാൻ ഒരു 1.5 ലക്ഷം രൂപ കെട്ടി ഞാൻ പഠിച്ചു. പക്ഷെ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഓസ്ട്രേലിയയിൽ ആ കോഴ്സ് അടച്ചു കളഞ്ഞു. അവർ കൊണ്ടുപോയില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ പഠിപ്പിക്കാമെന്നേ പറഞ്ഞുള്ളൂ, ബാക്കി നിങ്ങൾ തപ്പിക്കോ, കിട്ടുകയാണെങ്കിൽ പോയിക്കോ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാൻ 1.5 ലക്ഷം രൂപ കൊടുത്താൽ പോയേണേ. എന്നെ ചേച്ചി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ 1.5 ലക്ഷം ഭയങ്കര വില എനിക്ക്. എല്ലാവർക്കും അതുപോലെ, പക്ഷേ എനിക്ക് ഒരുപാട് വലുതാണ്. അപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് എൻ്റെ ചേച്ചിമാരും ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, അമ്മയും നിർബന്ധിച്ചു, നീ പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. പച്ചയും നീലൊക്കെ തിരികളൊക്കെ എന്തിനാ കത്തിക്കുന്നത്? വെള്ളത്തിരി കത്തിച്ചാലും മാതാവ് കേൾക്കുമല്ലോ. ആ ഒരു തോട്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അല്ലാണ്ട് മാതാവിനോടുള്ള ദേഷ്യമൊന്നും ആയിരുന്നില്ല. എന്തിനാ പച്ചത്തിരി കത്തിക്കുന്നത്, എന്തിനാ നീലത്തിരി കത്തിക്കുന്നത്, ഇതെന്താ സംഭവം, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചാൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ ഓരോരുത്തരിങ്ങനെ സാക്ഷ്യം പറയുകയാണ്, എനിക്ക് അത് കിട്ടി, ഇത് കിട്ടി. കുറേ നടക്കാത്ത കാര്യങ്ങളാണ്. എൻ്റെ ഇമാജിനിൽ അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. അപ്പം എനിക്ക് തോന്നി, ഇത് നല്ലതാണല്ലോ. നമ്മളൊരാളോട് ഒരു ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മളൊരാളോട് വാഗ്ദാനം കൊടുക്കുകയാണ്, ഞാൻ ഇന്നതൊക്കെ ചെയ്യാം, ഞാൻ ഇന്നതൊക്കെ നിന്നിൽ വിശ്വസിക്കാം, നീ എനിക്ക് തരാമോ എന്ന് ചോദിക്കുന്നതല്ലേ. ഞാനും ചെയ്തു നോക്കാം, ഞാനും എന്നെയും കൊണ്ട് പറ്റൂലോ എന്ന് വിചാരിച്ച് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ ഫസ്റ്റ് ദിവസം വന്നപ്പോൾ എനിക്ക് ടോക്കണ കിട്ടിയുള്ളൂ. ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ തിരിച്ചു പോയി. അങ്ങനെ ഞാൻ ജൂലൈ മാസം 7-ാം തീയതി വീണ്ടും വന്നു എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചിയുടെ കൂടെ. എന്നിട്ട് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു എടുത്തു കഴിഞ്ഞപ്പം ഞാൻ ചെയ്തു. ഒരു മാസത്തിനുള്ളിൽ എനിക്ക് കുറേ സ്ഥലങ്ങളിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു. പക്ഷേ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ തോറ്റുപോയി. അവർ പറഞ്ഞു, ഇല്ല, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല, ലാംഗ്വേജ് അത്രയും പോരാ, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും വിഷമമായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ഇത്രയൊക്കെ ഞാൻ നിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, എനിക്കൊന്നും തന്നില്ലല്ലോ, പിന്നെ ഞാൻ നിൻ്റെ അടുത്ത് എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഞാൻ ഇത്രയൊക്കെ നിന്നോട് പറഞ്ഞപ്പോൾ നീ എനിക്കൊന്നും ചെയ്തു തന്നില്ല. അപ്പം ഞാൻ ഇനി പ്രാർത്ഥിക്കും, നിന്നോട് ഞാൻ പറഞ്ഞത് പ്രാർത്ഥിക്കാമെന്നാ, ഞാൻ പ്രാർത്ഥിക്കും, ബാക്കി ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് എനിക്ക് ഉള്ളിൽ നിന്ന് ഭയങ്കര കുറ്റബോധം. എനിക്ക് ഒരാളോട് ഒരു കാര്യം ഞാൻ കഴിഞ്ഞ് അത് ചെയ്തില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഇത് കൂടുതലായിട്ട് വരാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്ത് ചെയ്താലും ഫ്ലോപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഞാൻ എന്ത് ചെയ്താലും ഒന്നും ശരിയാവുന്നില്ല. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ചെയ്തത് തെറ്റാ, നീ മാതാവിനെ വാഗ്ദാനം കൊടുത്തേണേ, അപ്പം നീ അത് ചെയ്യണം. കാരണം നീ മനുഷ്യരോടല്ല ചെയ്തേണേ, ദൈവത്തിനോടാണ് ചെയ്തേണേ. അപ്പം നീ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ അമ്മേനോട് നീ ഒരു കാര്യം പറഞ്ഞു വരണ്ട, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മച്ചിനോട് പറഞ്ഞ് നീ വരണ്ട എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. അപ്പോൾ എല്ലാവരും പള്ളിയിൽ ചെല്ലുമ്പോൾ സൺഡേ കുർബാനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കും, നീ ഒന്നും നേടിയില്ല, നീ എല്ലാ ദിവസവും IELTS പഠിക്കാൻ പോകണു, അത് ചെയ്യാൻ പോകണു, ഇത് ചെയ്യാൻ പോകണു എന്ന് പറഞ്ഞു, നീ എങ്ങോട്ടും എത്തുന്നില്ല, നീ വെറുതെ ഇവരെ പറ്റിച്ച് ചേച്ചിമാരെയൊക്കെ പറ്റിച്ചിരിക്കുകയാണ് എന്ന് പറയും. അപ്പം അമ്മയ്ക്കൊക്കെ അറിയാം ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്നറിയാം. അപ്പം അമ്മ പറയും, ഇല്ല, അവർ പറയുന്നത് നീ കേൾക്കണ്ട, അവരുടെ വായൊന്നും നമുക്ക് അടപ്പിക്കാൻ പറ്റത്തില്ലല്ലോ, നീ ഒന്നും പറയണ്ട, നീ എല്ലാം മാധവിനോട് പറഞ്ഞാൽ മതി, മാതാവ് കേട്ടോളൂ എന്ന് പറയും. അപ്പോൾ എൻ്റെ ചേച്ചിമാരും വിളിക്കുമ്പോൾ പറയും, നീ സങ്കടപ്പെടണ്ട. പക്ഷെ ഞാൻ ഭയങ്കര നിരാശയിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി തീരാറായപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇപ്പോഴും എനിക്കൊരു കാര്യം നീ റെഡിയാക്കി തന്നിട്ടില്ല, ഞാൻ പക്ഷേ വിശ്വസിക്കുകയാണ്, എനിക്ക് ചെയ്ത് തന്നേ പറ്റൂ. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഉടമ്പടി തീരാറായപ്പോൾ എൻ്റെ ഒരു UK ഒരു ഫ്രണ്ട് വിളിക്കുകയാണ്, നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട്, ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ പോകണം, എനിക്ക് ഒന്നും ശരിയായിട്ടില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്താ എൻ്റെ അടുത്ത് ഒരു വാക്കും ഉണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം അമ്മ പറഞ്ഞു അവളെ ചോദിക്കുന്ന, ഞാൻ മടി കാരണം ചെയ്തില്ല.
അപ്പോൾ അവൾ പറഞ്ഞു നീ എന്താ എന്നോട് വാക്ക് പറയാണ്ടിരുന്നതെന്ന് പറഞ്ഞു. അവൾ അവിടുത്തെ ഡയറക്റ്റ് സംസാരിച്ച് വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ വേഗം അപ്ലൈ ചെയ്തോ, നിനക്കെല്ലാം റെഡി ആവും എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇൻ്റർവ്യൂകൾ വന്നു. ഇൻ്റർവ്യൂ വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞത് ലാംഗ്വേജ് ഇല്ലയെന്നാണ്. രണ്ടാമത്തെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പേടിയായിരിക്കും, അതിനെക്കുറിച്ച് വലിയ നോളജും ഇല്ല. ഞാൻ പഠിച്ച ഫീൽഡിലും അല്ല. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ഇൻ്റർവ്യൂവിന് ഇരുന്നപ്പോൾ അമ്മയും ചേച്ചിയും അപ്പച്ചനും കൂടി തിരി കത്തിച്ചിരുന്ന് കൊന്തെത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് വേണ്ടിയും. എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു, ചേച്ചിക്കും കൂടി വേണ്ടി. അങ്ങനെ ഞങ്ങളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഫസ്റ്റ് ഇൻ്റർവ്യൂ അപ്പം തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു മോള് പാസ്സായിട്ടോ എന്ന് പറഞ്ഞു. സെക്കൻഡ് ഇൻ്റർവ്യൂ വന്നപ്പോൾ എനിക്ക് അതിലും ടെൻഷനായി. അത് വന്നത് നമുക്ക് UK എന്നാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരുടെ ലാംഗ്വേജ് ഒന്നും നമുക്ക് വലിയ പിടുത്തം കിട്ടത്തില്ല, അവരുടെ സ്ലാങ്ങൊക്കെ വേറെയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ടെൻഷൻ അടിച്ചു. പക്ഷേ ആ വന്ന ഇൻ്റർവ്യൂവർ എൻ്റെ അടുത്ത് സംസാരിച്ചത് നമ്മൾ മലയാളികൾ സംസാരിക്കണേക്കാളും സ്ലോ ആയിട്ടാണ് സംസാരിച്ചത്. ഓരോ വാക്ക് എടുത്ത് പറഞ്ഞ് കുറേ നേരം എൻ്റെ നെറ്റ് പോയി. അതിനൊന്നും ഒരു പ്രശ്നം അവർ കാണിച്ചില്ല. ശരിക്കും റിജക്ഷനാണത്. അപ്പോഴും അമ്മയും അപ്പച്ചനും ഉണ്ടായിരുന്നുള്ളൂ, അവരിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ പാസ്സായി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത കടമ്പ എന്ന് പറയുന്നത് ഞാൻ രണ്ടാമത് പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് വിസ ഭയങ്കര പ്രോബ്ലം പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒരു കുഴപ്പമുണ്ടായില്ല, പക്ഷേ എൻ്റെ ഉള്ളിലത് റിജക്റ്റ് ആവുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് 15 ദിവസത്തിനുള്ളിൽ വർക്കിംഗ് ഡേയ്സിന് കിട്ടേണ്ട വിസ എനിക്ക് 7 ദിവസത്തിനുള്ളിൽ കിട്ടി. ഈ 14-ാം തീയതി വൈകുന്നേരം ഞാൻ UK പോവാണ്. നോർത്തേൺ അയർലൻഡിലോട്ടാണ് ഞാൻ പോകുന്നത്. നല്ല പ്ലേസാണെന്ന് എല്ലാവരും പറഞ്ഞ്, അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇത്രയും വലിയ അനുഗ്രഹം മാതാവ് തന്നു. രണ്ടാമത് എനിക്ക് ഉണ്ടായത് എൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞ വർഷം ഡെങ്കു പനി പിടിച്ചായിരുന്നു. കൗണ്ട് നന്നായിട്ട് കുറഞ്ഞൊരു 32 വന്നായിരുന്നു. ആൾ അൺകോൺഷ്യസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ചേച്ചിമാരെ വിളിച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല, എൻ്റെ 2 ചേച്ചിമാരും പുറത്താണ്. പക്ഷെ ഞാൻ പകുതി കാര്യം പറയും, പകുതി കാര്യം ഞാൻ പറയത്തില്ല. കാരണം അവരവിടെ ഇരുന്ന് കരയാണ്, അവർക്ക് കാണുന്നില്ല അമ്മേനെ അവർ വിളിക്കുന്നുണ്ടെങ്കിൽ അമ്മ റിയാക്ട് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് നേരെ 1 ലക്ഷത്തിൽ നിന്ന് 45 പിടിപിടിയുന്ന താഴ്ന്നേ. നമുക്ക് 1.5 ലക്ഷം കൗണ്ട് വേണം, അമ്മയ്ക്ക് 32 ഉള്ളൂ. സ്റ്റീറോയിഡ് കയറ്റിയപ്പോൾ അവർ പറഞ്ഞായിരുന്നു ലിവറിന് എന്തെങ്കിലും പ്രോബ്ലം വരും ചിലപ്പോൾ, അതേപോലെ ഷുഗറും വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അത്രയും കാര്യമാക്കിയില്ല, അമ്മേനെ എങ്ങനെയും രക്ഷപ്പെടുത്തണം അതുള്ളൂ. അങ്ങനെ കയറ്റി. 1 വർഷം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് കാലുവേദന വന്ന് സൺഡേ കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അമ്മ ഒരുപാട് മാതാവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് സെക്കൻഡ് കുർബാന കാണാൻ പോയേ പറ്റൂ, എനിക്ക് അല്ലാണ്ട് പറ്റത്തില്ല, ഞാൻ ഞായറാഴ്ച കുർബാന കാണാണ്ട് വീട്ടിലിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് കുറച്ചേരത്തി കാലുവേദന ഉണ്ടായില്ല. അമ്മ കുർബാന കണ്ടുവന്നു. പിറ്റേ ദിവസം ഞങ്ങൾ കാണിച്ചപ്പോൾ SDOTയും SGPTയും ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. അമ്മയ്ക്ക് 100 സംതിങ്ങാണ്. നമുക്കൊക്കെ വേണ്ടത് 35ഒക്കെയാണ് മിനിമം വേണ്ടത്. പക്ഷെ മരുന്ന് കഴിച്ചു, ഒരു പകുതിയോളം ശരിയായി. പക്ഷെ എന്തേത് നോർമലിലോട്ട് വരുന്നില്ല. ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാനത് ഫസ്റ്റായിട്ട് വെച്ചു, അമ്മയ്ക്കത് മാറ്റി കൊടുക്കണം. കാരണം അതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് ഇടയ്ക്ക് വീഴുമെന്ന് പേടി, പെയിൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഫുഡ് ഐറ്റംസിൽ റെസ്ട്രിക്ഷൻസ് കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നടക്കാൻ പോയാലും ഇതൊന്നും നീര് വയ്ക്കുകയാണ് മുഖമൊക്കെ ഇരുന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എനിക്ക് അമ്മയില്ലാത്തൊരു ലോകം എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്രയും അമ്മ എന്നെ സപ്പോർട്ടാണ്, എൻ്റെ ഫ്രണ്ടാണ്. ഞാൻ എന്ത് വന്നാലും ടെൻഷൻ വന്നാലും ഫസ്റ്റ് അമ്മേനെ വിളിച്ചാൽ പറയുള്ളൂ. ഇപ്പോഴായാലും ഇവിടെ നിൽക്കുമ്പോഴായാലും അമ്മയുടെ ഫോൺ വരും. അപ്പോൾ നമ്മൾ വിളിച്ച് പറയുന്നത് അമ്മേനോട്. അപ്പോൾ അമ്മയില്ലാത്തൊരു സംഭവം അല്ലെങ്കിൽ അമ്മ ഒന്ന് കിടപ്പിലായി ഞങ്ങൾക്ക് പറ്റത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് അത് നോർമലായി, ഒരു പ്രോബ്ലം ഇല്ലാണ്ട് ഇപ്പം അമ്മ ഇരിപ്പുണ്ട്. അതിലും മാതാവിനോട് ഒരുപാട് താങ്ക്സ് ഞാൻ പറയാണ്. പിന്നെ എനിക്കുള്ളത് ഒരു 10 വർഷമായിട്ട് ഞങ്ങൾക്കൊരു ലോൺ ഉണ്ടായിരുന്നു. ഒന്നല്ല 2 ലോൺ ഉണ്ടായിരുന്നു. അതിലൊരു ലോൺ ഈ മെയിൽ ഞങ്ങൾക്ക് തീർന്നു, അത് വലിയ കുഴപ്പമില്ലാത്തായിരുന്നു. ഒരു ലോൺ ചേച്ചിയുടെ മാരേജിന് എടുത്തായിരുന്നു 2014. അത് അടയ്ക്കുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ 1 വർഷമായിട്ട് അടയ്ക്കാൻ പറ്റണ്ടായില്ല അപ്പച്ചന് ഞങ്ങളുടെ പേരിൽ അത് ഒരു ബാധ്യതയാക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അപ്പച്ചൻ ഞങ്ങളുടെ അടുത്തത് പറഞ്ഞില്ല. ലോൺ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം, ജപ്തിയുടെ വക്കിൽ അത് എത്തിയണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എനിക്കറിയാം, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് ഞാനിത് കാണുന്നുണ്ട്. പക്ഷേ എൻ്റെ 2 ചേച്ചിമാർക്ക് അറിയില്ല, 2 പേരും പുറത്താണ്. അപ്പം പറയരുതെന്ന് എൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്തായിരുന്നു, നീ പറയാൻ പാടില്ല. എല്ലാ ദിവസവും ബാങ്കുകാർ വീട്ടിൽ വരും. എൻ്റെ അമ്മ 3 മണിക്കും രാവിലെ 4 മണിക്കും എഴുന്നേറ്റ് കൊന്ത എത്തിക്കുന്ന ആളാണ്. കരുണക്കൊന്തയും സാധാ കൊന്ത എത്തിക്കുന്ന ആളാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ 3 മണിയുടെ കൊന്ത എന്നും അമ്മയുടെ മുടങ്ങും. ഇവർ കയറി വരും, ഇവർ ഒച്ചപ്പാടുണ്ടാക്കും. അപ്പോൾ അമ്മ പ്രാർത്ഥിക്കും മാതാവിനോട്, എൻ്റെ കൊന്ത വരെ ഇവർ മുടക്കാനുള്ളോ, എല്ലാവരുടെ മുമ്പിൽ നാട്ടുകാരൊക്കെ കേൾക്കാവുന്ന രീതിയിൽ 2 വണ്ടിയൊക്കെ വിളിച്ച് അവർ വരുന്നത്. ഞങ്ങൾക്ക് അടുത്ത വർഷം ലോൺ തീരേണ്ടതുള്ളൂ, പക്ഷേ ഇവർ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പ ചെന്നാലും പറയും, ജപ്തി ചെയ്ത് പോയാലും പറയരുത്, ചേച്ചിമാർക്ക് ബുദ്ധിമുട്ടുകളുള്ളതാണ്, നമ്മൾ പറയരുതെന്ന് പറഞ്ഞു. കാരണം എൻ്റെ മൂത്ത ചേച്ചിയുടെ വാവയ്ക്ക് വയ്യാണ്ട് സീരിയസ് ആയിട്ട് അയർലൻഡിൽ കിടക്കായിരുന്നു. അപ്പോൾ അതിന് കുറേ പൈസ ചിലവായതാണ്. പെട്ടെന്ന് അത് മാറി അവന്. പക്ഷേ അതിൻ്റെ ഒരു പൈസ ചിലവൊക്കെ വന്നപ്പോൾ അമ്മ ബുദ്ധിമുട്ടിക്കരുന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ചേച്ചി ഡയറക്റ്റ് അവിടേക്ക് വിളിച്ചിട്ട് ചേച്ചി പറഞ്ഞു 6 മന്തിനുള്ളിൽ ഞാൻ ആ ലോൺ ഫുള്ള് 10 ലക്ഷം രൂപ ഞാൻ അടച്ചു തീർത്തോളാം എന്ന് പറഞ്ഞു. അവൾക്കറിയില്ല അവൾ ഇതെങ്ങനെ വീട്ടും എന്നൊന്നും അവൾക്കറിയാൻ പാടില്ല. അവൾ മാതാവിനോട് പ്രാർത്ഥിച്ചു.
എന്നിട്ട് അപ്പച്ചനോട് വിളിച്ചു പറഞ്ഞു, അപ്പച്ചൻ ഞാൻ സർപ്രൈസ് വെച്ചിട്ടുണ്ട്, ഞാൻ ആ ലോൺ അടച്ചു തീർത്തോളൂ. അപ്പച്ചൻ കുറേ ചീത്ത പറഞ്ഞു, നിനക്ക് പറ്റാത്ത സാഹചര്യത്തിൽ നീ എന്തിനാ അത് ഏറ്റെടുക്കാൻ പോയേ? ഇല്ല അപ്പച്ചാന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും രാവിലെ കൈ വിരിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയും ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും. എൻ്റെ ഉടമ്പടിയിലും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, മാതാവ് എനിക്കിത് തീർത്ത് തരണം, കാരണം ചേച്ചിയും കൂടി ഇതിൽ ഉൾപ്പെട്ടു, ഇനി ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടാവരുത്, പുറത്തൊക്കെ ആകുമ്പോൾ കേസൊക്കെ പോയാൽ ചേച്ചിയുടെ പേരിൽ പോയാൽ അവളുടെ ജോലിയൊക്കെ തെറിക്കും, അപ്പം അത് ചെയ്യരുത് കേട്ടോ, അവളെ ഒരു കാത്തോളണം നീ അവളെ എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ചേട്ടനും ചേച്ചിയും കൂടി പരിശ്രമിച്ച് ഇപ്പം ഒരു 6 മാസം കൊണ്ട് അടയ്ക്കേണ്ട ലോൺ വെറും 3 മാസം തികയണേക്കാളും മുമ്പ് 10 ലക്ഷം രൂപ അവർ അടച്ചു തീർത്തു. ആധാരം ഞങ്ങളുടെ കയ്യിൽ കിട്ടി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. പിന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. പണ്ടൊക്കെ പള്ളിയിൽ പോകാന്ന് വെച്ചാൽ വെറുതെ ചെല്ലുള്ളായിരുന്നു, അമ്മ നിർബന്ധിക്കണോണ്ട് പോയിട്ടിരുന്ന ആളായിരുന്നു. ഇപ്പം ഞാൻ രാവിലെ തന്നെ എത്ര വയ്യെങ്കിലും എഴുന്നേറ്റ് ഞാൻ പള്ളിയിൽ പോവും. ഇപ്പം ചൊവ്വാഴ്ചകളിൽ ഞങ്ങളുടെ പള്ളിയിലല്ല കുർബാന, അപ്പോൾ എനിക്ക് കുർബാന കൂടാൻ പറ്റില്ല എന്ന വിഷമത്തിൽ ഞാൻ ദൂരെയുള്ള പള്ളിയിലേക്ക് രാവിലെ 5 മണിക്ക് പോകും. 5:30 അവിടെ കുർബാന, 5 മണിക്ക് പോയിട്ട് 5:30 കുർബാനയും കണ്ട് ഞാൻ അപ്പച്ചനോടൊക്കെ പെർമിഷൻ വാങ്ങിയാൽ പോണേ, കാരണം രാത്രിയാണ്, അത്രയും ട്രാവൽ ചെയ്യണം. അപ്പോൾ അവിടെ വരെ പോയി കുർബാനയൊക്കെ കണ്ട് ഞാൻ ഓടി തിരിച്ചു വരും. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും ഇവിടെ അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞാൻ അങ്ങനെയല്ല വായിക്കുന്നത്. ഞാൻ വായിക്കുന്നത് ഓരോ അധ്യായങ്ങളാണ്, എനിക്ക് തീർക്കാൻ പറ്റുന്ന അധ്യായങ്ങൾ തീർക്കണം എന്നൊരു എയിമോടെ ഞാൻ വായിക്കുന്നത്. കാരണം എനിക്കത് പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യാലോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. പുതിയ നിയമം പഴയ നിയമത്തിൻ്റെ പകുതി അങ്ങനെ വെച്ചാൽ ഞാൻ വായിച്ച് തീർക്കാറ്. പിന്നെ കാരുണ്യപ്രവൃത്തി എന്നോട് ഇപ്പോൾ പുറത്തൊക്കെ ആൾക്കാർ പോകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ കയ്യിലുള്ള കാശ് വെച്ച് ഞാൻ അവർക്ക് മേടിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യാറ്, ആരെങ്കിലുമൊക്കെ സങ്കടം പറയുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ പറയും, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടി. അങ്ങനെ ഞാൻ പിന്നെ അവരോട് മാതാവിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. പിന്നെ കൃപാസന പത്രം ഞാൻ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു, ആൾക്കാരുടെ മുമ്പിൽ ഇതെങ്ങനെ കൊടുക്കും, എന്ത് ചോദിക്കും, ഞാൻ എന്ത് പറയും, ആൾക്കാർ റിജക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചെന്നിട്ട് ചോദിക്കും, നിങ്ങൾ വായിക്കുമോ ഇത്, എന്നാൽ ഞാൻ തരാം, എൻ്റെ കയ്യിലുണ്ട്, വേണോ എന്ന് ചോദിക്കും. വേണമെന്ന് പറയണവർക്ക് മാത്രം, ഞാൻ ആരെയും നിർബന്ധിച്ചൊന്നും കൊടുക്കാറില്ല. ഈ പ്രാവശ്യം ഞങ്ങൾ എന്നിട്ട് എടപ്പള്ളി പള്ളിയിലൊക്കെ പോയിട്ടാണ് ഞാൻ കൊടുത്തത്. അവിടെ പെരുന്നാളൊക്കെ നടക്കുന്ന സമയത്ത് ചോദിച്ച് കുറേ പേര് ഇങ്ങോട്ട് വന്ന് വാങ്ങി, അതൊക്കെ മുത്തി ഭയങ്കര ഭക്തിയോടെ എടുക്കണ കാണുമ്പോൾ ഞാൻ വിചാരിക്കും എന്നേക്കാളും വിശ്വാസം അവർക്ക്, അവരോട് ഞാൻ പറഞ്ഞ എൻ്റെ കാര്യങ്ങൾ കൂടുതൽ നടക്കുമെന്നാണ് ഞാൻ വിചാരിക്കാറ്. അത്രയും. പിന്നെ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കൂടുതൽ എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ഞാൻ അവരെയും കൂടി ഉൾപ്പെടുത്താറുണ്ട്. എൻ്റെ ദൈവാനുഗ്രഹം എനിക്ക് കിട്ടിയുണ്ട്. ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ലൈഫിൽ കിട്ടിയുണ്ട്. അമ്മ മാതാവിനും ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6:9 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ, മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. ഉടമ്പടി അനുഭവങ്ങൾ സാക്ഷ്യങ്ങളായിട്ട്, ദൈവാനുഭവങ്ങളായിട്ട് അൾത്താരയിൽ പങ്കുവയ്ക്കുമ്പോൾ അത് തങ്ങൾക്ക് കിട്ടിയ രോഗസൗഖ്യവും അതുപോലെ ഒരു ജോലി സാധ്യതകളും കടബാധ്യതകളിൽ നിന്നുള്ള മോചനവുമൊക്കെ ആയിട്ട് ഇവിടെ അനുഭവ സാക്ഷ്യങ്ങൾ ഇപ്പോൾ ഈ മകൾ പങ്കുവെച്ചപ്പോൾ എങ്ങനെയാണ് തനിക്ക് ഒരിക്കലും നടക്കില്ല എന്നൊക്കെ കരുതിയിരുന്ന, താനൊരു പരാജയമാണെന്ന് മറ്റുള്ളവർ പറയുന്ന ആ ഒരവസ്ഥയിൽ ഒത്തിരിയേറെ വേദനിച്ച നാളുകളിൽ നിന്ന് ഇന്ന് തനിക്ക് ഒരു ജോലി സാധ്യതയൊക്കെ വന്നിരിക്കുന്നു. അങ്ങനെ വിദേശത്തേക്ക് പോകുവാനുള്ള ടിക്കറ്റും വിസയും എല്ലാം ക്ലിയറായിട്ട് ഇവിടെ വന്ന് നിന്ന് അമ്മയുടെ തിരുനടയിൽ നിന്ന് നന്ദി പറയുകയാണ്. താൻ തന്നെ ആകെ മാറി, തൻ്റെ ചിന്താഗതികളിൽ ജീവിത രീതികളിൽ ഒക്കെ മാറ്റം വന്നു. കൂദാശ ജീവിതത്തോട് ഒത്തിരിയേറെ താല്പര്യത്തോടെ തീഷ്ണതയോടെ തനിക്ക് കൂദാശ ജീവിതമൊക്കെ നയിക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഈശോയെയും അമ്മയെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള തൻ്റെ മുമ്പോട്ടുള്ള ജീവിതവും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.